എൻ്റെ പുറന്ന് ഞാൻ പൊളിച്ചു ഞാൻ പെരീത്തൊരു ആവശ്യത്തിന് കിട്ടൂലെന്ന്. എൻ്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ? കാണൂല. ഓ അങ്ങനത്തെ സാധനമാണ് കുഞ്ഞാപ്പോ. തന്തമ്പടി എത്തിയോ അന്ന ഞാൻ എന്തിനു പറഞ്ഞ റേഷൻ പിടി കാരണോ പാർക്കിൽ കളിച്ചേ. ഇങ്ങോട്ട് വാ അടക്കാണ്ട്. ആഹാ ആ അന്റെ വാപ്പയാണ്. വാ സൈന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല. ചെറുക്കൻ പാർക്കൊക്കെ വന്നിട്ട് ഓനെ കാണാല്ല. ഓനെ തെരിയാണെന്ന് ഇജ്ജ് പോകാൻ പറ്റാ. ഈ കൂരിപ്പ് ഇത് എവിടെ പോയി കിടക്കുക? ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇവിടെ ഇതൊക്കെ കാണാതെ പോവാ. ഏത് നേരം ഒടുക്കത്തെ റേഷൻ കാർഡ് പണ്ടാറങ്ങനെ പോറ ഞാൻ പൊളിച്ചേക്കാരം പറയണ്ട കേട്ടോ. അയച്ചു പറ്റൂല. കൊമ്പങ്ങാട് കോയ ആ എന്നെ വാപ്പ വരുണ്ടോ? വേഗം പോവിടുന്നേ. പടച്ചറമ്പേ ഇപ്പത്തെ ഓരോ മോഡലേ. ഒരു കാലുമ്പോ ചെരുപ്പ്, ഒരു കാലുമ്പോ സൂസോ. കാലം പോയ പോക്ക്. അല്ല എന്താ പറയണു? ഇനിയിപ്പത്തെ കാട്ട ആ വരുന്നു. പടച്ചറമ്പേ ഇതിന്റെ ബാക്കിയല്ല ഇപ്പൊ അവിടെ കണ്ടു. ഓ ഇജും പെരുമോഡലായോ? ഇങ്ങനെ കൊറേ ആൾക്കാർ ഞാൻ പോണത് കണ്ടു. ഇതാപ്പൊ മോഡല്. പെണ്ണുങ്ങളൊരു ചെരുപ്പും ആണുങ്ങളൊരു സൂസും. എന്ന് തുടങ്ങിയ മോഡലാ അതൊക്കെ. എന്താ അതൊക്കെ കാര്യം പൊട്ടൻ. കുഞ്ഞാപ്പോ ഒന്നുകൂടെ വന്നാണി. ഇജയ് കോയന്റെ മകനാണ്, അല്ലാതെ കോയല്ല. ചിലക്കാതെ അതിന്റെ തേക്കാണ്ട് ഇതിന്റെ അണി തോണി വാങ്ങിക്കൊണ്ടിരല്ലേ? അല്ലെ പുതിയതിന് വാങ്ങിക്കൊടുത്തോ? ഉച്ചക്ക് സാപ്പാട് വാങ്ങി തരാൻ சொல்லி ഒന്നും വാങ്ങി തരില്ല. അന്നോട് ഞാൻ എന്നാ சொல்லி ഫ്രൈഡ് ചിക്കൻ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? ഫ്രൈഡ് ചിക്കൻ വെള്ളിയാഴ്ച ചിക്കൻ ഇല്ല. അത് വെള്ളിയാഴ്ച അല്ല സാപ്പ്. ഇന്നത്തെ എന്നാ സാപ്പിടേ? എന്റെ തൊള്ള പൂട്ടിട്ട് പോരാൻ പറ്റോ? നാ പൂട്ടിട്ട് എന്നാ പോരട്ടെ. ഇതെന്താ അവിടെ ഇങ്ങോട്ട് പോരെ? ഇരിക്കേ. ഇത് കടുങ്കാരിയാ കുടിച്ചോ? എങ്ങനെയുണ്ട്? പ്രമാദം പ്രമാദം. എപ്പടി ഇருக்கு? നല്ലാക്ക് സൂപ്പർ. സുണകാ ഫേസ് കാണാല്ല. നല്ലത് നല്ലതോ? തരേന്നാല് അടച്ചറമ്പേ. ഇനി എന്താ കാട്ടുക? ഒന്നും ഭയപ്പെട വേണം. കാശ് നാ കൊടുക്കേ. പൈസ കൊടുത്തു കൊണ്ട് വന്നിരിക്കേ. പൈസ കൊടുത്ത് കാണുവാ. ശരി ഞാനേ മായമാജിന്റെ അവിടെ നിന്ന് പോവാണ്ട് കേട്ടോ. അയാളൊന്ന് കണ്ടിക്കാണ്ട് വരാം. ആയിക്കോട്ടെ. പൈസ ബന്ധം തരും. ഓന്റെ തന്ത വേൽമുരുകൻ പഠിച്ചു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കോയ. ഇന്നേറ്റ കളി കൊറേ കാലായി ഇടക്കിട്ട് ഏമാത്തിന്. എവ്വാച്ച് അവിടെ നന്നാരിക്ക് പണ്ട നക്കട കോയെ. സ്റ്റേജിന്റെ മുന്നിൽ തന്നെ വേണം. തപ്പലെ വായിക്കുന്നത് നമ്മളെ സുണകനാണ്. പ്രാക്ടീസ് നടന്നു കൂടി കിണച്ചൊന്ന് വെക്കേ. എന്താ പാട്ടെന്ന്? അത് തബലന്റെ ചാർജ് തന്നെയാണോ? തബലന്റെ ചാർജ് കഴിഞ്ഞിട്ട് പാട്ട് നല്ലതാണ്. അപ്പൊ നല്ലൊരു സ്പീക്കർ കൊണ്ടുണ്ടാ. പടച്ച റബ്ബേ, നാളെ നീ സൈന സ്റ്റേജിന്റെ മുന്നിലുണ്ടാവും. ദേവേ, അതൊക്കെ പരിപാടി കാണാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തവളനെ പോലത്തെ ക്ലാസും ഓട്ടച്ചെരുപ്പൊക്കെ അയച്ച് എങ്ങനെ സ്റ്റേജ് കയറുക? അതിനെ കുറിച്ച് പേടിച്ചണ്ട. ഞാനേ ഓൺലൈൻ കട എന്ന് പറഞ്ഞാണ്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ഒരു ഷൂ, ഒരു ഗ്ലാസ്, നല്ലൊരു സ്പീക്കർ. ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്ന് ഇങ്ങോട്ട് പണ്ടാറങ്ങാനാണ്. നാളെ പരിപാടി. ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ പരിപാടിന്റെ മുന്നേ സാധനം റെഡി ആക്കാനെന്ന്. സമാധാനായി. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങിയ എന്റെ
ചെറുക്കൻ ടൂറൊന്നും പോണില്ലേ? പോണുണ്ടേ, എല്ലാവരും ഒന്നിച്ചാണ് പോണേ. നാളെ ഉച്ചക്കല്ലേ പോണത്? ഇച്ചവിടെ പോയിട്ട് വേണം ഫോട്ടോ എടുത്തുള്ള അറമാദിക്കാൻ. അന്റെ ഐഫോൺ ടൂർ പോരണ്ട. അന്റെ പാട്ടപ്പോ എക്സാൻഡർ ബ്ലൂടൂത്ത് കഴിച്ചാൽ ടൂറാണ് നന്നായിട്ട് പോയിക്കൂടി ചങ്ങായിമാരങ്ങൾ ഒരു ഐഫോണാര്. നന്നായി. ഇവിടെ നിന്ന് കുറച്ച് ഞാൻ പെരി പോയരാ. അതിന് ഇന്ന അതിന്റെ ഉള്ളിലിട്ട് കൂട്ടിയിട്ടുണ്ട് പോയിക്കോളെ. എന്താ പണിക്ക് കുറുമ്പടാ അന്റെ ടൂർ പോകാൻ കായൊക്കെ തന്നീല്ലേ? എനിക്ക് ആപ്പിൾ ഞങ്ങളോട് അതിലൊരു ആപ്പിൾ വാങ്ങിയാല് അത് ശരി. ഞാൻ ആപ്പിൾ ഞാൻ പാരോട്ടി ടൂർ ആക്കണ്ട. ഇതല്ല പറ്റി അതിന്റെ ഒരു കണ്ടം മുറിഞ്ഞാണ്ട് ഫോണിൽ ഇങ്ങനെ എന്നാ പറയണ്ടേ? കണ്ട മുന്നിട്ട് ആപ്പിൾ ഞങ്ങൾ പോകാക്കണ്ട. ഇതല്ല പറ്റി ഐഫോണേ കുന്തം പോയിക്ക് എത്ര അറിയില്ല ഒലക്ക കുന്തം പോയാ എന്താണില്ലേ? എനിക്ക് ബഡ്സെറ്റ് വാങ്ങാൻ പണിക്കാ ബഡ്സെറ്റ് വാങ്ങി തന്നീല്ലേ? അത് ബ്ലൂടൂത്തിന്റെ ആണ് പറ്റിയ പോത്തൂട്ടിനല്ലേ പറയാം. ഹെഡ്സെറ്റ് ആണ് ഇത് പിടിച്ചേ. എനിക്ക് ചെവി കുത്തിയല്ല കണ്ടു. ഒന്ന് പടി വെച്ചോ, ഒന്ന് പടി വെച്ചോ. കേട്ടൂടാണ് പൊന്നാര കുഞ്ഞാപ്പോ ഐഫോണിനൊക്കെ പേരും പൈസ അല്ലാതെ EMI വഴി എടുക്കാം. EMI ഹൈദരാബാദെടുത്തോ. ഇവിടെ സൈനമ്മായിക്ക് എത്ര കാട്ടാന്നാലും ചൂടെടുക്കാം. നിന്റെ വാപ്പ ഉറപ്പ കൊടുക്കാതെ അടവിന് എടുക്കാതെ പറഞ്ഞത് ചെമ്മോടുണ്ട് ആപ്പിൾ മാക്സ് പറഞ്ഞിട്ടൊരു കട. അടവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നടക്കൂലേ. രണ്ട് പാക്ക് ഒരു മാല ഇതുണ്ടല്ലോ പായം. ഇപ്പച്ചാ ഡ്രസ് മാറ്റി വേഗം. പിന്നെ എന്താണ് കൊൽസൂലെ കളയോ? നിങ്ങളല്ലേ പച്ചേ പറഞ്ഞ എത്തെങ്കിലും പുത്തം പുതിയ സാധനം ഇറങ്ങി നിങ്ങൾക്ക് ആദ്യം ആണെന്നേ. പുതിയൊരു സാധനം ഇറങ്ങിക്കളെ ഞാൻ കണ്ടോക്കി. തുണി കുപ്പായി ഇല്ലാത്തിരിക്കണം. കോയക്ക് എങ്ങളപ്പോ എന്താ ഇതാണ് നോക്കി മനസ്സിൽ തോന്നുന്ന കളർ ഇനി ഫ്രിഡ്ജിലും സെറ്റ് ചെയ്യാം. കണ്ടില്ല ഞാൻ മാത്രല്ല 1,54,000 കളറയുമുണ്ട്. അത് മാറിക്കളിച്ചു ആള്. ഞാൻ അത് മാത്രല്ല പച്ചേ അയിപ്പോ പാട്ടും കേക്കാം. എന്നാലേ സൈനം കൂടി വരുമ്പോ നമ്മളെ വാടിക്കടിയും കളറാക്കണം. അമ്മച്ചിങ്ങളെ കുടുക്കണി വെട്ടാൻ നോക്കി. കുഞ്ഞാപ്പോ ഇങ്ങനെ ഒരു സാധനം കുഞ്ഞാവിൽ ഇറങ്ങിക്കൊള്ളുന്നുണ്ടെങ്കിലേ അത് ആദ്യം കൊമ്പങ്കാട് തറവാട്ടിൽ അതെ എടുക്കാൻ വണ്ടി അപ്പൊ പറയണേ പോയിന്റെ പരമാവധി തരുന്ന ആൾക്കാർ വരിപ്പറ്റ കേറി ഇപ്പൊ തന്നെ ലേറ്റായി. ഇതിമലോ പോയി കാർ കൊണ്ടടാ. LG തിങ്ങിന്റെ ആപ്പ് ഉണ്ട് സാറിന്. ആപ്പ് ഉപയോഗിച്ചിട്ട് 1,74,000 കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഓരോ ദിവസം ഓരോ ഫോർച്ചുമാരി ഉപയോഗിക്കാലോ. ആ ചങ്കളെ നമ്മളിപ്പോ ഉള്ളത് കോട്ടക്കലുള്ള എൽജിന്റെ ഷോറൂമിലാട്ടോ. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് എവിടെയും കിട്ടാത്ത ഇൻഷുറൻസിൽ ഇവിടെ കിട്ടും. കമ്പനി ഇറക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വില കുറവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പോകുന്ന കിട്ടും. ചങ്കളെ ഇപ്പൊ തന്നെ വിട്ടോളി. നമ്മളെ കോട്ടക്കല് വേങ്ങര പറപ്പൂർ റോഡിലുള്ള എൽജിന്റെ ഷോറൂം കളി പറഞ്ഞാൽ ഞങ്ങളെ കളി ഒലക്കാണ്. ചങ്ങായ സമനില വിളിച്ചാ കളി. അതിനൊക്കെ ഞങ്ങൾ എന്റെ വാപ്പയാണ് വാപ്പ. നിങ്ങളല്ലേ നമ്മളെ കുട്ടിയൊക്കെ ഗോൾഡ് അടിച്ചിട്ടുണ്ട്. CR7 ഇങ്ങനെ നിർത്താം, അങ്ങനെ നിർത്താൻ നിൽക്കാണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല. അതിനൊക്കെ ഞങ്ങളെ ശ്രീലങ്ക. ശ്രീലങ്ക നിങ്ങളൊന്നും ഇന്നലല്ലേ കളി കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ മിഞ്ഞാന്ന് ഞാൻ വിചാരിച്ച എനിക്ക് ഇന്നീലേറെ വയസ്സുണ്ടോന്നേ. എംബാപ്പിയോ ഇജങ്ങാനും ഇനി ഇവിടുന്ന് ക്ലബ്ബൊക്കെ കളി കാണാൻ പോകും. അല്ലെ പുറം ഞാനാണ് പൊളിച്ചേക്കാൻ. എത്രയൊക്കെ ഞാൻ ഇവിടുത്തെ TV എല്ലാം ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി കേട്ടോ. അതിന് എത്ര കുഴപ്പം. അതിന് കളി കാണുന്നില്ല. അതന്നെ എറിഞ്ഞാൽ പൊട്ടിച്ചേക്കാൻ ഞാൻ TV. കോയറ്റ് കളിച്ചാൽ നിൽക്കരുത്. അതിന്റെ കാരണം എനിക്ക് TV വാങ്ങാൻ പൈസ അയച്ചാൽ നിന്നില്ലേ? അതിന്റെ പുട്ടടിച്ച് കാണ്ട് ഞാൻ പുട്ടല്ല അടിച്ച പൊറാട്ട തിന്ന് പൊറോട്ട നിൽക്കേ. ആഹാ ഇതൊക്കെ കോയ ആരാന്നുള്ളത് ഇന്ന് ഞാൻ കോയിലേക്ക് കളിച്ചേ. ചേലക്കാത യൂസ് പാജിന്റെ പേരീത്ത ബാക്കി TV വാങ്ങിക്കൊടുത്തോ. പെരുന്തൽമണ്ണ ഇമേജ് പോയിക്കോ. എയിം എന്നാണ് അതിന്റെ പേര്. TV ഓടട്ടെ എന്നാണ്ട് ഓടും, നിക്കട്ടെ തറാൻ നിൽക്കും. കാളെ ആളല്ല TV ഞാൻ പന്തളിച്ചാൻ പോവാട്ടോ. പപ്പാനോട് പറയണ്ട. ഞാൻ പറയും ഇപ്പപ്പാ കുഞ്ഞപ്പ വന്നേക്കാൻ കുഞ്ഞപ്പോ എവിടേക്കാച്ച് പോണ്ട്? ഞാൻ കളിച്ചാൻ കളിച്ചാലും പോലെ അന്റെ അളിയാക്ക വരുന്നുണ്ടല്ലോ. ബേക്കറി എന്തൊക്കെ വാങ്ങിക്കൊണ്ടു. ഈ പേരിൽ ഒരു സാധനം ഇല്ല. എവിടേക്കാലും പോവാൻ എത്ര പണ്ടാറാണ് എന്നിട്ട് അതെ പോറ ഞാനാ പൊളിച്ചേക്കാരം. വാങ്ങി കൊടുത്തത് ആ തുറക്കലുണ്ട്. കാലിക്കറ്റ് അൽവാസ്റ്റാണ് കട. അവർക്ക് വാങ്ങിക്കൊടുത്തോ. എന്താ കുഞ്ഞാപ്പോ അലിയാക്ക വന്നിക്കണോ പെരയില് ജിലേബി ലഡു ഒക്കെ വേണം. അടുത്ത് കൊടുക്കണോ കുഞ്ഞാപ്പോ? എന്നാ സാധനം പൊന്നാൽ ചെങ്ങായി അതൊന്ന് പെരേക്കെത്തുവോ? കുഞ്ഞാപ്പോ തോർത്തണൊക്കെ കാണാത്തല്ലേ. ഈ കടീന്നായ എന്തുണ്ടെന്നോ അവിടെ ഹോൾസെയിൽ കഴിക്കുന്ന സാധനം കൊടുക്കും. നല്ല ടേസ്റ്റ് ആണ്. എന്നാ ഇത് കഴിച്ചൂടട്ടോ. ഞാൻ ഇപ്പം വരാം. കുഞ്ഞാപ്പോ വന്നിരിക്കേ എടുത്തിട്ട് തിന്നാ. ചായ മൊത്തം കുടിച്ചോളിച്ചോ. ഞാൻ പറഞ്ഞില്ലേ പന്നോട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ മുഴുവൻ നിന്ന് നിർത്തിയില്ലേ ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്നാ. കുഞ്ഞാപ്പുറത്തോ? ഒരു മിനിറ്റ് കേട്ടോ ഇവിടെ നിൽക്കേ. എല്ലാം ഞാൻ നച്ചു തിന്ന് നിർത്താൻ വിചാരിച്ചു പോയി. ആ ബേക്കറിയിൽ നിന്ന് എന്ത് കൊടുത്താലും ഫുള്ള് ഓനെന്നെ വേണേ.
സംഭവം ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മിനിറ്റ് മുത്തപ്പ ഒരു മിനിറ്റ് പിന്നെ അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണമാണ്. മനുഷ്യന്മാര് കേൾക്കുക ഇത് മുടക്കാനായിട്ട് കുറെ ബലാലാൾ നടക്കും. നാട്ടിൽ എത്ര ചെറുപ്പക്കാരുടെ മുടങ്ങിട്ട് കുറച്ചോന്റെ പുണ്യം കൊണ്ട് ഇന്റെ അന്റെ ഒന്നും ആരും മുടക്കൊന്നുമില്ല നാട്ടിൽ. ഏതായാലും ഈ വരുന്ന ഞായറാഴ്ച നേരത്തെ കുട്ടികൾ പോകും. ആയിക്കോട്ടെ ആയിക്കോട്ടെ പോട്ടെ ആയിക്കോട്ടെ. അളിയാ എന്തേ വൈക്കൊക്കെ അളിയോ ഇന്നലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു കാക്ക വന്നു നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു. പഠിച്ച റബ്ബേ എന്നിട്ടോ നിങ്ങൾ ബേജാറാവണ്ട ഓലൊക്കെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വെക്കണം. ആ ആളൊന്ന് കാട്ടിത്തരും. ആള് ഇയാളോ ആ. ഇയാളുണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ കുത്തുന്നത്. അവിടെ പോയാണ്ട് ഒന്നുകൂടി ഇന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. റോങ് ആയിട്ട് എന്തേ പറയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലടി ബാക്കി ഞാൻ പെരിഞ്ഞടി. ഞങ്ങളൊന്ന് പോയോക്കെ. ആരാ ഞങ്ങളെ കല്യാണാലോചനയായിട്ട് വന്നാണ്. ആരാണ് ആള്? നമ്മളെ ഇത്തിക്കണ്ണി വീരാനുണ്ടല്ലോ ഓരോ മോനി നസീറേ. പൊടിച്ച് ചെറുക്കം വേറെ വൈകുന്നേരം ആയാലും ഇത്ര പോകുന്ന 3 കുപ്പിയൊക്കെ കാണാറില്ല. ആ പുക ഇങ്ങനെ പുടിയാന്ന് പറഞ്ഞാല് തീവണ്ടി പോണ മാതിരിയല്ലേ പോക്കും. ചോട്ടുകൂടിയും കണ്ണുകൂടിയും മൂക്കുകൂടിയും ഒക്കെ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. കണ്ണൊക്കെ ചോത്തിട്ടാണ് അങ്ങനെ കയറാൻ പറപ്പ് കയറില്ല. ആ ആണ്ടോ ആണ്ടോ വിസിലടിച്ചോ ഓരോ സംഗതി മനസ്സിലായി. ആ അതാണ് നസീറ. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഒത്തുകൂടെ എന്താ കൊയൊക്കെ ഇങ്ങനെ ഹാലിളകി പോണ്? കോളേജിൽ രക്ഷിതാക്കളെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഒറ്റ ദിവസം എന്റെ ചെറുക്കൻ ക്ലാസ് കയറിയിട്ടില്ലല്ലോ. ഓരോ കൊരവള്ളി വലിച്ചു പൊട്ടിച്ചെന്ന ദിവസം. കുഞ്ഞപ്പോ പ്രസന്റ് പെരിയിൽ മാത്രം പ്രസന്റ് ആയാൽ പോരാ, സ്കൂളിലും പ്രസന്റ് ആവണം. പഠിച്ചാൻ പറഞ്ഞ അതും കേൾക്കൂല. പൂട്ടൊക്കെ വിട്ടോണ്ടായി നടക്കേ. ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇന്നത്തെ നാസിഡോള് കൊട്ടണ പോലെ കൊട്ടേ എന്തേലൊക്കെ ഒരു പണി കൊടുക്കണല്ലോ. ആഹാ അന്റെ കൂതരള്ളി ഫോട്ടോക്കൊക്കെ അന്വേഷിച്ചാൻ പോയോണ്ട് വരട്ടെ. അത് ശരിയാക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് പഠിച്ചുകൊണ്ട് ഒരു പണിയിലാണ് കയറാം. ഇനി എന്റെ കുതിരള്ളി നടക്കൂല ഇവിടെ. എന്താ ഒച്ച? ആ അത് അംസാജിന്റെ പേരിന്നേ പടക്കം കെട്ട് എറിയാണ്. നമ്മൾ കൊടുത്ത ഗുണ്ടകളില്ലേ അവിടുത്തെ അവിടുന്ന് ഞാൻ കലക്കും. ഇജ്ജ് കൊടുക്കല്ലേ? എനിക്ക് ഒന്നല്ല എത്താണ്ട് കൊടുത്ത് കളത്തണം. ആ ഐദ്രോ കുഞ്ഞാപ്പൂനെ കണ്ടോ? കുഞ്ഞാപ്പോലെ ഊട്ടിക്ക് പോയത്. ഊട്ടിക്ക് അടച്ച തമ്പുരാനെ ഓനെ കൊടലി അടുക്കും. അതെന്റെ കൊടനാണേ. ആരതായാലും കൊടലി അടുക്കും. അല്ല എവിടുക്കാ പോയേ? ഞാൻ ചെറുക്കണ്ട അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓനെ തെരഞ്ഞോക്കട്ടെ. ഇവിടെ വന്നിരിക്കും നിങ്ങളെത്തപ്പെടേ ജീവല്ലാത്ത കാളന് പോത്തെ എന്നാ കേറി. ഇതിനെ തെരഞ്ഞാലും തോന്നില്ല. തെരഞ്ഞിട്ട് കാണല്ലാന്ന് ഇതൊന്നും വെച്ചാ. ഹൈ നീച്ചേ അന്റെ ആ തരികട എന്റെ കിടക്കൂല. പച്ചേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസിന്റെ പാലുണ്ട്. അത് കാണാൻ പോവല്ലേ? ഇങ്ങോട്ട് വാ. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാലം നമ്മളെ നാട്ടിൽ തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പൊ കയറാൻ പറ്റാണ്. ഇത് ഡൽഹിയിലോ ആഗ്രയിലൊക്കെ ആണെങ്കിൽ പോരോ. ഇങ്ങോട്ടോ. ആഹാ ഇതിപ്പോ ചാടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആവും എന്തായാലും നിലത്തേക്കെത്താം. പോരെ ആ ഒരു മിനിറ്റ് മുത്തപ്പ ഒരു മിനിറ്റ്. പിന്നെ അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണമാണ്. മനുഷ്യന്മാര് കേൾക്കുക ഇത് മുടക്കാനായിട്ട് കുറെ ബലാലാൾ നടക്കും. നാട്ടിൽ എത്ര ചെറുപ്പക്കാരുടെ മുടങ്ങിട്ട് കുറച്ചോന്റെ പുണ്യം കൊണ്ട് ഇന്റെ അന്റെ ഒന്നും ആരും മുടക്കൊന്നുമില്ല നാട്ടിൽ. ഏതായാലും ഈ വരുന്ന ഞായറാഴ്ച നേരത്തെ കുട്ടികൾ പോകും. ആയിക്കോട്ടെ ആയിക്കോട്ടെ പോട്ടെ ആയിക്കോട്ടെ. അളിയാ എന്തേ വൈക്കൊക്കെ. അളിയോ ഇന്നലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു കാക്ക വന്നു നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു. പഠിച്ച റബ്ബേ എന്നിട്ടോ നിങ്ങൾ ബേജാറാവണ്ട ഓലൊക്കെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വെക്കണം. ആ ആളൊന്ന് കാട്ടിത്തരും. ആള് ഇയാളോ ഇയാളുണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ കുത്തുന്നത്. അവിടെ പോയാണ്ട് ഒന്നുകൂടി ഇന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. റോങ് ആയിട്ട് എന്തേ പറയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലടി ബാക്കി ഞാൻ പെരിഞ്ഞടി. ഞങ്ങളൊന്ന് പോയോക്കെ. ആരാ? ഞങ്ങളെ കല്യാണാലോചനയായിട്ട് വന്നാണ്. ആരാണ് ആള്? നമ്മളെ ഇത്തിക്കണ്ണി വീരാനുണ്ടല്ലോ ഓരോ മോനി നസീറേ. പൊടിച്ച് ചെറുക്കം വേറെ വൈകുന്നേരം ആയാലും ഇത്ര പോകുന്ന 3 കുപ്പിയൊക്കെ കാണാറില്ല. ആ പുക ഇങ്ങനെ പുടിയാന്ന് പറഞ്ഞാല് തീവണ്ടി പോണ മാതിരിയല്ലേ പോക്കും. ചോട്ടുകൂടിയും കണ്ണുകൂടിയും മൂക്കുകൂടിയും ഒക്കെ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. കണ്ണൊക്കെ ചോത്തിട്ടാണ് അങ്ങനെ കയറാൻ പറപ്പ് കയറില്ല. ആ ആണ്ടോ ആണ്ടോ വിസിലടിച്ചോ ഓരോ സംഗതി മനസ്സിലായി. ആ അതാണ് നസീറ. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഒത്തുകൂടെ ഞാൻ പോയി കല്യാണത്തിന് എടുത്തിട്ട് വരാം. ചങ്കള നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ BH റോഡിലുള്ള ന്യൂ ലുക്ക് ജെൻസ് വെഡിങ്ങിലാട്ടോ. ഒരു കല്യാണച്ചക്കന് ആവശ്യമായ A to Z സാധനങ്ങൾ റെന്റ് ആയാലും സെയിൽ ആയാലും ഇത്രത്തോനെ കളക്ഷനിൽ നമ്മളെ മലബാർ ഏരിയയിൽ വേറെ ഇല്ലട്ടോ. പെരുന്നാളും കൂടെ കളറാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെ കോട്ടക്കൽ BH റോഡിലുള്ള ന്യൂ ലുക്ക് ജെൻസ് വെഡിങ്. എല്ലാ കോയക്കൾ കല്യാണമായിട്ട് ഒരു മനുഷ്യനും ഇല്ലല്ലോ അവിടെ. എന്താ പ്രശ്നം? ഞാൻ ഇപ്പൊ പീഡിയേറ്റ് പോയതാണ്. ചെലങ്കന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അവിടെ. ഞാൻ പോയി എനിക്ക് എന്താണ് ആ പോയത്? ಯಾರದೆ
കൊമ്പങ്കാട് കോയ വാലുവർക്കേ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ ജുമക്കോ നേരായി വാലുവർക്കേ ഉണ്ണനാ കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ അത് നമ്മളെ കൊച്ചിപ്പുളിയെ സൈനമ വിചാരിച്ച് നടന്നില്ല എനിക്ക് പോണം എനിക്ക് ഈ വീട്ടിൽ നിക്കാൻ പറ്റില്ല എനിക്ക് പോണം അടച്ച തമ്പുരാനി ഞാൻ എവിടെ ഇപ്പച്ചേ അന്റെ തന്തന്റെ തലയിലേ കല്യാണത്തിനുള്ള പണ്ടൊക്കെ കൊടുത്ത് നിർത്താളെ ഇതെന്റെ 2.5 കായിന്റെ മഞ്ഞ സ്വർണ്ണം അല്ലത് ഇത് ഞാൻ കൊണ്ടോട്ട് AYS പോയിക്കാണ്ട് പ്രീമിയം ആന്റിക്ക് സാധനം ചോദിച്ചിട്ട് വാങ്ങിയതാണ് അപ്പൊ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നിട്ട് അത് ഇട്ടിക്കാണ്ട് എന്റെ തോം അതിനകത്ത് ഞാനല്ല ഇപ്പച്ചിട്ടേ പിന്നെ ആരേട്ടെ അത് ജാൻമണിയാണ് എന്റെ കിടുങ്ങാമണി ഞാൻ ഊരിന്റെ മുഴുവൻ ഊരി വെച്ചായി